ഹലോ ഫ്രണ്ട്സ്, പ്ലസ് പോയിന്റ് അക്കാദമിയുടെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡിൽ ഡ്രൈവർ കം വെഹിക്കിൾ ക്ലീനർ വേക്കൻസി നോട്ടിഫിക്കേഷൻ ഇറക്കിയിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 153/2020. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതായത് OBC-കാർക്ക് 39 വയസ്സും SC/ST-കാർക്ക് 41 വയസ്സ് വരെയും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നമുക്കതിന് നോട്ടിഫിക്കേഷൻ ഒന്ന് നോക്കാം. ഗസറ്റ് ഡേറ്റ് 30/10/2020. ലാസ്റ്റ് ഡേറ്റ് 2/12/2020. കാറ്റഗറി നമ്പർ 153/2020. ഡിപ്പാർട്ട്മെൻറ്റ് നെയിം ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ്. തസ്തികയുടെ പേര് ഡ്രൈവർ കം വെഹിക്കിൾ ക്ലീനർ ഗ്രേഡ് 3. ശമ്പള സ്കെയില് 6,515 രൂപ മുതൽ 10,400 വരെയാണ്. ഇപ്പോൾ നിലവിലുള്ള വേക്കൻസിയാണ് 4. ഒരു പക്ഷേ അത് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. നേരിട്ടുള്ള നിയമനമാണ്. വയസ്സ് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെ. അതായത് ഉദ്യോഗാർത്ഥികൾ 2/1/1984 1/1/2002 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 2 ഡേറ്റ് ഉൾപ്പെടെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ OBC-കാർക്ക് 39 വയസ്സ് വരെയും SC/ST-കാർക്ക് 41 വയസ്സ് വരെയും അപേക്ഷിക്കാവുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറയുന്നത് 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ചിരിക്കണം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, 10ാം ക്ലാസ് പാസ് എന്ന് PSC പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ അവസരം പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ കുറഞ്ഞത് 3 വർഷം മുന്നേ എങ്കിലും എടുത്ത ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ബാഡ്ജും ഉണ്ടായിരിക്കണം. അതുപോലെ ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ ഓടിച്ചിട്ടുള്ള പ്രാവീണ്യം ഉണ്ടായിരിക്കണം. പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ഇവിടെ കുറച്ച് മെഡിക്കൽ ഫിറ്റ്നസിനെ പറ്റി പറയുന്നുണ്ട്. ഇയർ, ഐ എന്നിവ പെർഫെക്റ്റ് ആയിരിക്കണം. അത് വ്യക്തമായിട്ട് നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ നൈറ്റ് ബ്ലൈൻഡ്നസ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ മസിൽസ് ആൻഡ് ജോയിൻസ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. ലാസ്റ്റ് ഡേറ്റ് 2/12/2020 ആണ്. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതിനുശേഷം മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ആധാർ ലിങ്ക് ചെയ്യാത്തതുണ്ടെങ്കിൽ ലിങ്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ പരമാവധി കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്